ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വജ്രാസനത്തിൽ ഇരിക്കുക. എന്നിട്ട് ദീർഘമായ ശ്വാസമെടുത്ത് നമ്മൾ ബാക്കിലേക്കൊന്ന് ബെൻഡ് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് തല കുനിച്ച് വയറുള്ളിലേക്കാക്കി ഈ ഒരു പൊസിഷനിൽ ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഇത് നമ്മൾ വജ്രാസനത്തിലിരുന്ന് ക്യാറ്റ് ആൻഡ് കൗ പോസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ഡെയിലി നിങ്ങൾ മോർണിംഗ് യോഗയിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ ബാക്ക് പെയിൻ കുറയാൻ സഹായിക്കും. അതുപോലെ നമ്മളുടെ വയറ് കുറയാൻ, അതുപോലെ ഇപ്പം നമ്മൾ ബാക്കിലേക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള യോഗാസനങ്ങളാണ്. നമ്മുടെ സ്പൈൻ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരാം. കാലുകൾ നമ്മുടെ ഷോൾഡർ വിടുത്ത് അകലത്തിൽ വയ്ക്കുക. കൈകളും അതുപോലെ തറയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി മൊത്തം ഒന്ന് മൂവ് ചെയ്യിക്കുക. നമ്മുടെ ഹിപ്പ് ഏരിയ, ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഒക്കെ ഒന്ന് മൂവ് ചെയ്യിക്കുക. നമ്മുടെ സ്പൈനിൻ്റെ ഭാഗം ഒക്കെ ഒന്ന് വഴക്കം വരാൻ വേണ്ടി മുമ്പോട്ടും പുറകോട്ടും ഒക്കെ മൂവ് ചെയ്യിക്കുക. അതുപോലെ ഹിപ്പ് ഏരിയ നമുക്ക് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇങ്ങനെ ചെയ്യുക. സാവധാനം നമുക്ക് ചൈൽഡ് പോസിലേക്ക് വരാം. നമ്മുടെ മുട്ട് അകത്തി നെറ്റി മാറ്റിലൂന്നി കൈകൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഇതുപോലെ റിലാക്സ് ചെയ്തു 1 മിനിറ്റ് കിടക്കുക. സാവധാനം 2 സൈഡിലേക്കും നമ്മുടെ അരക്കെട്ടിന് മുകളിലേക്കുള്ള ഭാഗം മാത്രം മൂവ് ചെയ്യിക്കുക. നമ്മുടെ സൈഡ് ബോഡി ആ ഭാഗം ഒന്ന് സ്ട്രെച്ച് ആകാൻ, ബോഡിയുടെ സൈഡ് രണ്ടും സ്ട്രെച്ച് ആകാൻ സഹായിക്കും. ഇരുവശങ്ങളിലേക്ക് മാറി മാറി ചെയ്യുക. ഇനി റൈറ്റ് സൈഡിലേക്ക് ചെയ്യാം. മാറ്റിൽ നെറ്റി മുട്ടിച്ച് ഇതുപോലെ റിലാക്സ് ചെയ്ത് കിടക്കുക. ഒരു 3 തവണയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. സമയമനുസരിച്ച് കൂടുതൽ പ്രാവശ്യം ചെയ്താൽ കൂടുതൽ നല്ലതാണ്. സെൻറ്റർ പൊസിഷനിലേക്ക് വരാം. റിലാക്സ് ചെയ്ത് കിടക്കുക.
ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ പർവ്വതാസനത്തിലേക്ക് വരുന്നു. കാലുകൾ രണ്ടും പാദം നിലത്ത് പതിഞ്ഞിരിക്കട്ടെ, കാലിൻ്റെ മുട്ട് വളയരുത്. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇരു കാലുകൾക്കും മുട്ടിൻ്റെ ഭാഗം മടക്കിയൊരു സ്ലൈറ്റ് മൂവ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാലിൻ്റെ ബാക്ക് മസിൽ സ്ട്രെച്ച് ചെയ്യാൻ, സയാറ്റിക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ശമനം ഉണ്ടാകാനൊക്കെ നല്ലതാണ് ഈ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി ഇടത് കാലം മുമ്പോട്ടെടുത്ത് വെച്ച് വലത് കാലം മുമ്പിലേക്ക് വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ മുട്ട് മടങ്ങാതെ ബെൻഡ് ചെയ്ത് നിൽക്കുക. ദെൻ മുട്ട് മടക്കി നെറ്റി മുട്ടിനോട് ചേർക്കാൻ ശ്രമിക്കുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഉയർന്ന് തല ഉയർത്തുക. വീണ്ടും എക്സൈൽ ചെയ്തുകൊണ്ട് മുട്ട് മടക്കി തല മുട്ടിനോട് ചേർക്കാൻ ശ്രമിക്കുക. വീണ്ടും ഇൻഹെയിൽ ചെയ്ത് കാലുകൾ സ്ട്രെയിറ്റ് ആക്കി തല ഉയർത്തുന്നു. സാവധാനം ഉയർന്നു വന്ന് കൈകൾ ഇരുവശങ്ങളിലൂടെ എടുത്ത് മുകളിൽ അഞ്ജലി മുദ്ര, നമസ്തേ പൊസിഷൻ. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് എക്സൈൽ ചെയ്തുകൊണ്ട് താഴ്ന്നു വരിക. കാലിൻ്റെ മുട്ട് മടങ്ങരുത്. നേരെ താഴെ വന്ന് എക്സൈൽ ചെയ്ത് തലമുട്ടിലേക്ക് കൊണ്ടുവരിക. ദെൻ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് ഈ ഒരു രീതിയിൽ വയ്ക്കണം. ദെൻ ആഞ്ജനേയാസനം. ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തി കൂപ്പി ബാക്കിലേക്ക് അല്പം ബെൻഡ് ചെയ്ത് നിൽക്കുക. ഏതാനും സെക്കൻഡ് ആ ഒരു പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ്ങിൽ നിന്നിട്ട് എക്സൈൽ ചെയ്തുകൊണ്ട് താഴ്ന്നു വന്ന് വലത് കാലിൻ്റെ സൈഡിൽ പതിച്ച് വയ്ക്കണം. മറ്റേ കൈ ഉയർന്നിരിക്കണം. ലംബമായിട്ട് നോട്ടം ഉയർത്തിയ കൈയിലേക്ക്. ഈ ഒരു രീതിയിൽ ഏതാനും സെക്കൻഡ് നിന്നിട്ട് ആ കൈ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുക. കൈ റിലീസ് ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ മുകളിലേക്ക് കൊണ്ടുവരിക. ദെൻ കൈ താഴ്ത്തി തറയിൽ പതിച്ചിട്ട് നമുക്ക് പ്ലാങ്ക് പൊസിഷനിലേക്ക് വരാം. ചതുരംഗ ദണ്ഡാസനം. ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് വയറ് കുറയാൻ, ബാക്ക് പെയിൻ മാറാൻ, കൈകാലുകളുടെ പേശീബലം വർദ്ധിക്കാൻ സഹായിക്കും. ദെൻ ഡു കോബ്ര പോസ്. ശ്വാസമെടുത്ത് അപ്പർ ബോഡി മുകളിലേക്ക് ഉയർത്തി കോബ്ര പോസിൽ നിൽക്കുന്നു. ദെൻ വീണ്ടും പർവ്വതാസനത്തിലേക്ക് വരാം. പഴയതുപോലെ തന്നെ കാലുകൾക്കൊരു സ്ലൈറ്റ് മൂവ്മെൻറ്റ് കൊടുത്ത് വീണ്ടും ഇടത് കാൽ തന്നെ മുമ്പോട്ട് വെച്ച് പൂർവ്വസ്ഥിതിയിൽ വരിക.
പ്രാവശ്യം നമ്മൾ റൈറ്റ് ലെഗാണ് ബാക്കിലേക്ക് വെക്കുന്നത്. ആഞ്ജനേയാസനം ചെയ്യാം. ശ്വാസമെടുത്ത് കൈകൾ ഇരുവശങ്ങളിലൂടെ ഉയർത്തി മുകളിൽ കൂപ്പി ബെൻഡ് ചെയ്ത് നിൽക്കുക. മുമ്പ് ചെയ്തതുപോലെ സെയിം മൂവ്മെൻറ്റ് ഈ സൈഡിലും ആവർത്തിക്കുക.